വണ്ടിക്ക് ഞാൻ ലോഡൊക്കെ തരാം, ആ സ്ഥിരമായിട്ട് തരികയും ചെയ്യും. ഒരു 3 മാസത്തേക്ക് തുടർച്ചയായിട്ട് പണി കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയി ഒരു കൊച്ചു വീട് വാടകയ്ക്ക് എടുത്തേച്ചും ആ സ്ഥലവും ഒഴിഞ്ഞു തന്നേക്കാം. ഓ, വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് കാശ് അങ്ങോട്ട് തരാം, നിങ്ങൾ ഇത്തിരി സ്ഥലം മേടിക്കും. ഉവ്വ, ഒരു കൂരകെട്ടം കാശായി കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് മാറിയേക്കാം. ആ, നിങ്ങളെയാലും പൊയ്ക്കോ. ഓ, നീ വൈകിട്ട് വണ്ടിയായിട്ട് ഗോഡൌണിലേക്ക് വാ. എടാ തോമസ് കുട്ടി, ആ കൊച്ചുപദേശി പുറത്തു നിൽപ്പുണ്ട്, അവനെ ഇങ്ങോട്ട് വിളി. അപ്പാ, നമ്മുടെ കച്ചവടം നേരാമണ്ണമുള്ളതല്ലോ. നിന്ന നിലയിൽ ഇവരെ വിശ്വസിച്ച് കൊച്ചിയിലേക്ക് ചരക്കും കൂടെ തയ്ക്കാന്നൊക്കെ പറഞ്ഞാ നമുക്കൊന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? എടാ, ഉപദേശിയുടെ മോനെന്നൊക്കെ പറയുമ്പോ അവൻ സത്യവാനായിരിക്കും. എന്റെ അപ്പ സത്യവാനെന്ന് പറയുമ്പോ ചെക്ക് പോസ്റ്റ് കിടന്ന് മാട്ടും. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്നേ. നീ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ മതി. അവനെ വിളിക്കേ. എന്തോ മുതലാളി, അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ഒവ്വ. എന്ത് മനസ്സിലായി? ഇവിടെ ഏലക്കായും കയറ്റി കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള സേട്ടുവിന്റെ കടയിലെത്തിക്കണം. ഇവിടുന്ന് ചരക്കും കയറ്റി വണ്ടി ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് മാത്രം ഇത് കൊച്ചിയിൽ സേട്ടിന്റെ കടയിൽ എത്തത്തില്ല. ബാക്കി കാര്യങ്ങളൊക്കെ തോമസ് കുട്ടി പറഞ്ഞു തരും. എടാ പത്രോസേ, എന്തോ? നമ്മൾ ഈ കടത്തുന്നത് സർക്കാരിന് ടാക്സ് കൊടുക്കാത്ത ഇനമാണ്. കിലോയ്ക്ക് 21 രൂപ ടാക്സ്. ആ ടാക്സ് വെട്ടിച്ച് ഇത് അവിടെ ചെല്ലുന്നതാണ് എന്റെ ലാഭം. അപ്പൊ പോലീസുകാരും ചെക്ക് പോസ്റ്റുകാരും ഒക്കെ പിടിക്കത്തില്ലയോ? പിടിക്കും, ചിലപ്പോ പിടിച്ചെന്നിരിക്കും. അപ്പൊ ഞാനും എന്റെ വണ്ടി അകത്താകത്തില്ലയോ? ഇല്ല. അതിനാണോ ഇതും കൃത്യമായിട്ടുള്ള ശമ്പളം ഞാൻ ചെക്ക് പോസ്റ്റിൽ എത്തിച്ചിട്ടുണ്ട്. നിന്റെ പേരും വണ്ടിയുടെ നമ്പരും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നീ അവിടെ ചെന്ന് വരലായിരുന്നാ മതി. പിന്നെ ഉണ്ട് ഫ്ലൈയിങ് സ്ക്വാഡ്. അതാണ് പ്രശ്നം. അവന്മാര് വന്ന വണ്ടി നിർത്തരുത്. നിവർത്തിയില്ലേ, വണ്ടി ഉപയോഗിച്ച് രക്ഷപ്പെട്ടോണം. പേടിയുണ്ടോ? അയാൾ ആദ്യം ചോദിച്ചപ്പോ എനിക്കൊരു പേടിയൊക്കെ തോന്നി. പിന്നെ ആലോചിച്ചപ്പോ എന്നാ പേടിക്കാനാ? സ്വർഗത്തിലേക്കുള്ള പാത കല്ലുമുള്ളും നിറഞ്ഞതാണെന്ന് അപ്പൻ എപ്പോഴും പറയാറുള്ളതാ. ഈ ഫ്ലൈയിങ് സ്ക്വാഡ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ല, ആശാൻ ഫുൾ ടൈം അങ്ങോട്ട് ഡ്രൈവറായ പിന്നെ നമ്മുടെ കലാപ്രവർത്തനം. ആ ഒരൊറ്റ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് വിഷമമുള്ളൂ. കല അന്യം നിന്ന് പോകുമല്ലോ എന്റെ കർത്താവേ. കലയെ ഉദ്ധരിക്കാൻ ഇനി ആരുണ്ട്? ആശാൻ പോയാലും ഞങ്ങളൊക്കെ ഇല്ലേ? അതെ അതെ, അതോർക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമം. ചെക്ക് പോസ്റ്റ്. അതിന് നമ്മളെന്തിനാടാ പേടിക്കുന്നേ? നമ്മുടെ കടലാസില്ലേ? കയ്യിൽ കടലാസം വെച്ച് പേടിച്ചു വരച്ചിരിക്കണ കാര്യം ഓർക്കുമ്പോഴാണ് ആ ഒരു... അതല്ല, എന്നാൽ ഈ പോലീസുമായിട്ടൊക്കെ ഇടപാടില്ലേ, അതാ കുഴപ്പം. ഓ, ചാണ്ടി കുഞ്ഞു പറഞ്ഞ വണ്ടി ഇതാണല്ലേ? ആ, പത്രോസ് ഇല്ലേടോ? അതെ. ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടോ എനിക്ക്. ആ ലക്ഷണം ഞാൻ ജനിച്ചപ്പോഴേ ഉള്ളതാ സർ. ഇവന്മാരാരാ? എന്റെ ഇവിടെ കൊച്ചി കാണാൻ വേണ്ടിട്ട്. ആ, എന്താ അവന്മാരുടെ പേരൊക്കെ? എന്റെ പേര് മത്തായി. അല്ല, മുഹമ്മദ്. ഞാൻ മത്തായി സാർ. ശരിക്കും 2 ടണ്ണെന്നാ കടലാസില്. കൂടുതലുണ്ടോ? മുതലാളി പറഞ്ഞത് 2 ടണ്ണെന്നാ. മുതലാളി പറഞ്ഞതല്ല, താൻ വഴിക്കുന്ന പോലെ കയറ്റിട്ടുണ്ടെന്നാ ചോദിച്ചേ. അയ്യോ, ഇല്ല. ഇടിച്ച് പതപ്പിയാൻ കലക്കും പോക്കത്തരം കാണിച്ചാ. ആ വയ്ക്കോ. ആ പിന്നെ താൻ കൊച്ചിന്ന് വരുമ്പോ ഒരു 5 കിലോ പച്ചമീൻ കൂടെ വാങ്ങിച്ചോ. വീട്ടിൽ കൊണ്ട് തരണം. ഐസൊക്കെ ഇട്ട് നന്നായിട്ട് പൊതിഞ്ഞോണ്ട് പോരെ. അല്ല, ഏതായാലും 5 കിലോ മേടിക്കുമ്പോ ഒരു 2-3 കിലോ കൂടി മേടിച്ചാ ഞങ്ങൾക്ക് കൂടി. ആ, അതെ അതെ അതെ, അതുകൂടെ മേടിച്ചോ. ആ, മൊത്തത്തില് ഒരു 10 കിലോ മേടിച്ചോ. ആ, അല്ല, അപ്പൊ അതിന്റെ പൈസ? അതെ, പൈസ അങ്ങേരെന്ന് അടി വാങ്ങിക്കാതെ വണ്ടി എടുത്തോണ്ട് പോടാ. പൈസ വണ്ടി എടുക്കടാ. അതിപ്പോ മുതലാളി സമ്മതിച്ചു തരുമോ? പിന്നെ 10 കിലോ മീനെന്നൊക്കെ പറയുമ്പോ 10 കിലോ മീനെന്ന് പറയുമ്പോ 5 കിലോന്റെ ഇരട്ടി. അല്ല ആശാനെ, അതിപ്പോ നമ്മുടെ അക്കൗണ്ടിൽ കൊടുക്കണോ അല്ല മുതലാളി? എനിക്കറിയാം മേലേ, എന്തൊക്കെ പുലിവാലാണോ എന്റെ കർത്താവ്.
കപ്പലി കപ്പലി കപ്പലി. ആഹാ. അത് ചെറുത്. തുക മുഴുവനും ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഞാനങ്ങോട്ട്. ഇനി എന്താ ആശാന പരിപാടി? അല്ല, നമുക്ക് ആ മീൻ ചന്തയിൽ പോണ്ടേ? ആ മാത്യു സാറ് പറഞ്ഞ മീൻ നമുക്ക് ഇച്ചിരി വാങ്ങിക്കാം. അല്ലാ, കടലിലുള്ള നല്ല പച്ചമീൻ കണ്ട നാള് പറഞ്ഞു. അങ്ങനെ മറക്കാൻ നീ ഇതിനുമ്പ് നല്ല മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ നീ ഉണക്കമീനിലെ എടോ, കഴിച്ചിട്ടുണ്ടോ? പച്ചമീൻ തന്നെയാണോ ഉണക്കമീനാണത്? അല്ലാണ്ട് ഉണക്കമീൻ കയറി പച്ചമീനാവൂ? ആ വാ. ഉണക്കമീൻ പച്ചയാവോ അതോ? അത് തന്നെയാണ് ഇങ്ങോട്ട് വന്നേ. ഉണക്കമീനും പച്ചമീനും. അല്ല ഈ മീൻ കൊച്ചി കടാപ്പുറത്തുനിന്ന് പിടിച്ച നല്ല ഒന്നാന്തര മീനാണ് കേട്ടാ. റാത്തല്ല എന്നാ വിലയാ? റാത്തല താനെവിടുന്ന് വരുന്ന മലമൂടാ. കിലോ 18 രൂപ. നല്ല പച്ച മീനാ. അല്ലേ ചീഞ്ഞൊന്നും അല്ലല്ലോ. ചീഞ്ഞതാ. തനിക്കെന്താണോ കണ്ണുണ്ടൂടെ? ചുണ്ടലി ഒരു കോളത്ത് വരണുണ്ട് കേട്ടാ. ചതിയാണ്. അയ്യോ, രണ്ട് പാവത്തങ്ങളെ പറ്റിക്കണ കേട്ടാ. ചേട്ടാ, കിഴക്കമ്പലേന്ന് പറഞ്ഞതാണോ കിഴക്കൻ ചേട്ടാ? ഈ മീൻ മേടിക്കണ്ട കേട്ടാ. ഇത് കടലിൽ നിന്ന് പിരിഞ്ഞിട്ട് ആഴ്ച 2 ആയി. ചാളമേരി നിന്റെ തള്ളപ്പടാ. ചേട്ടാ, ഇത് പുഴുവരിക്കണ മീനാണ് കേട്ടാ. എടുക്കല്ലേ, സ്നേഹം കൊണ്ട് പറയണതാണ്. എടി എന്തിയാനച്ചി, ചാളമേരി പുഴുവരിക്കുന്ന എന്റെ മീനാത്തല്ല നിന്റെ. എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത്. എന്നാ നീ അങ്ങോട്ട് പറയടി. നിർത്തണ്ടേ, കേക്കട്ടെ. ചേട്ടാ, നല്ല ഒന്നാന്തരം മീനാണ് കേട്ടാ. അവളുമാര് പറയണ കേക്കണ്ട. ഇത് കണ്ടാ? എന്ത് കണ്ടാന്ന്? എടോ, ഇത് കറപ്പാ ചോപ്പാ? ഇത് ചോപ്പ്. ആ, ചോപ്പാണെങ്കി ചീഞ്ഞിട്ടല്ല. മണത്തോക്ക്. അവളുമാര് പറഞ്ഞക്കാട്ടി 2 രൂപ കുറച്ചു തരാൻ പറഞ്ഞ. വാ ചേട്ടാ, ചേട്ടന്മാര് വാന്ന്. ആ ചേട്ടാ വാന്ന്. ചാള ഇല്ലാതെ വാള കിട്ടൂലേ? എന്റെ വക 2 മീൻ സ്പെഷ്യലാണ് കേട്ടാ. സ്നേഹം വേണം. എടാ ചുണ്ടലി, 10 രൂപ തൂക്കി കൊടുക്കും ചേട്ടന്മാർക്ക്. കൊടുക്കാല. ചേട്ടന്മാരുടെ പേരെന്താണ്? ഞാൻ പത്രോസ്. മുഹമ്മദ്. മത്തായി. പെങ്ങളുടെ പേരെന്താ? അതല്ലേ നേരത്തെ പറഞ്ഞത്, ചാളമേരിന്ന്. ചാളമേരി നിന്റെ അമ്മ. ജന്റുമാന്റെ പേര് ചാളമേരിന്നല്ല, ബീവാത്തൊന്നാണ്. നിങ്ങൾ എന്തിനു വന്നാണ് ഇവിടെ? ഞങ്ങളെ ഏലക്കായ കയറ്റി വന്നതാ. അപ്പൊ ഈ കൊച്ചിയൊക്കെ ഒന്ന് കണ്ടേച്ച് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇനിയും വരുവാ? പിന്നെ ആഴ്ച 3 ലോഡല്ലേ? ഞാനിവിടെ തന്നെ ഉണ്ട്. ഇനിയും വരുമ്പോ എന്റെ എന്നെ മേടിക്കാവുള്ളൂ. അല്ല, അപ്പൊ പെങ്ങടെ കച്ചവടം ഒന്നും ഇവിടെ തന്നെയാണോ? ഇല്ല, അന്വേഷിച്ചാ മതി. ചേട്ടാ, അന്വേഷിക്കുമ്പോ ചാളമേരിന്ന് തന്നെ അന്വേഷിച്ചാ മതി. ഇവിടെ വേറെ കുറെ അലവലാതി മേരികളും ഉണ്ട്. ചാളമേരി അല്ലേ? അല്ല മുഹമ്മദേ, വണ്ടി ഏതായാലും കാലിക്ക് പോവല്ലേ? നമ്മുടെ കാശുരിപ്പ്. ഈ 10 കിലോ അല്ലാതെ ഒരു 100 കിലോ മീൻ മേടിച്ച് വണ്ടിയിലോട്ട് കയറ്റിയാലോ? എന്നിട്ട് ആയിരിക്കും ഒഴിഞ്ഞ് തിന്നാനാണ്? നാട്ടുകാര്. ആശാനാര് തുക്കടി സാഹിബിന്റെ മോനോ? മീൻ കൊണ്ടുപോയി നാട്ടുകാരെ മുഴുവൻ തെറ്റിക്കാൻ? അതല്ലടാ, നമുക്ക് വിൽക്കാനാ. നല്ല ഒന്നാന്തരം പടപടാന്ന് പടക്കുന്ന മീൻ കണ്ട നാട്ടുകാർ ചാടി വീഴൂലേ? ആ ചാളമേരിയോട് പറഞ്ഞു കുറച്ച് മീനും കൂടെ ഏർപ്പാടാക്കിയാലോ? അത് കൊള്ളാല്ലേ? വേഗം വേഗം വേഗം. കൊണ്ടുവാ. കോട്ടയം എന്തിനാ നടക്കുന്നു?